ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ചെറിയൊരു വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ വീഴ്ച ഇല്ലാണ്ടോ തന്നെ എല്ലുകൾ പൊട്ടിയതായിട്ട്. കൂടുതലും വയസ്സായവരിലാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? ചിലരൊക്കെ ബാത്റൂമിൽ ചെറുതായിട്ട് വീഴുമ്പോൾ ഇടുപ്പല്ല ഒടിയുക, കൈകുത്തി വീഴുമ്പോൾ കൈത്തണ്ട ഒടിയുക, ചെറുതായിട്ട് തന്നെ വീഴുമ്പോൾ തന്നെ നടുപൊട്ടുക എന്നതൊക്കെ. എന്താണ് ഇതിന് കാരണം? ഓസ്റ്റിയോപോറോസിസ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വിൻ വിദേവ്, മോഡേൺ സെമാൽക്ക് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഷ്യനാണ്. എന്താണ് ഓസ്റ്റിയോപോറോസിസ്? എല്ലുകൾക്കുണ്ടാകുന്ന ബലക്ഷയം അഥവാ ബലക്കുറവിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക്, കൂടുതലായും സ്ത്രീകൾക്കാണ് ഓസ്റ്റിയോപോറോസിസ് കണ്ടുവരുന്നത്. പുരുഷന്മാർക്ക് കാണാറുണ്ട്. ചെറിയ വീഴ്ചയിലൂടെ എല്ലിനുണ്ടാവുന്ന പൊട്ടൽ, സന്ധിവേദന, അമിതമായ ക്ഷീണം, ആളുകളുടെ പോസ്ചർ അഥവാ ഷേപ്പ്, ഇതിനുള്ള വ്യത്യാസം, ഇതൊക്കെ ഓസ്റ്റിയോപോറോസിന്റെ ലക്ഷണങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത്? ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് വഴി നമുക്ക് അത് ചെയ്യാൻ സാധിക്കും. ടെസ്റ്റിൽ -1 ഇതിന് താഴെയുള്ള സ്കോർ കിട്ടുന്ന ആൾക്കാര് നമ്മൾ എല്ലിന് കട്ടി കുറവുണ്ടെന്ന് മനസ്സിലാക്കാം. -2.5 താഴെയാണ് സ്കോർ ഉണ്ടെങ്കിൽ അവർക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ട്. എങ്ങനെയൊക്കെ നമ്മൾ ഓസ്റ്റിയോപോറോസിനെ പ്രതിരോധിക്കാം? കൂടുതലായും കാൽഷ്യം, വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്ന വഴിയും ജീവിതശൈലി മാറ്റങ്ങൾ വഴിയും, അതായത് മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കുക, കൂടുതലായിട്ട് വ്യായാമം ചെയ്യുക, ദിവസത്തിൽ കുറച്ചു നേരമെങ്കിലും സൂര്യവെളിച്ചം ഏൽക്കുക, വയസ്സായ ആൾക്കാർക്ക് വൈറ്റമിൻ ഡി, കാൽഷ്യം അടങ്ങുന്ന സപ്ലിമെന്റ്സ് കഴിച്ചുകൊണ്ടും ഓസ്റ്റിയോപോറോസിസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓസ്റ്റിയോപോറോസിസ് വന്നാൽ നമ്മൾ ബിസ്ഫോസ്ഫോണേറ്റ്, ടെറിപാരറ്റൈഡ് എന്നീ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. ഓസ്റ്റിയോപോറോസിസ് കാരണമായ പൊട്ടലുകൾ നമുക്ക് സർജറിയിലൂടെയും അല്ലെങ്കിൽ സർജറി ഇല്ലാണ്ടെയും ചികിത്സിക്കാം. സർജറി ഇല്ലാണ്ട് നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് ചില പൊട്ടലുകൾ മാത്രം ആണ് ചികിത്സിക്കുന്നത്. ചില പൊട്ടലുകൾക്ക് സർജറികൾ വേണ്ടി വരും. പ്ലേറ്റ്, സ്ക്രൂ അല്ലെങ്കിൽ നെയിൽസ് എന്നിവ ഉപയോഗിച്ചുള്ള സർജറികളാണ് ചെയ്യുന്നത്. സർജറിക്ക് ശേഷം നമ്മൾ ഫിസിയോതെറാപ്പി തുടങ്ങും. ഫിസിയോതെറാപ്പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലിൻ്റെയും മസിലുകളുടെയും ബലം കൂട്ടുക, സന്ധികളുടെ അനക്കം കൂട്ടുക എന്നിവയാണ്. കൃത്യമായ രോഗനിർണയവും ശരിയായ ചികിത്സയും വഴി നമുക്ക് രോഗികളെ പഴയ ജീവിതത്തിലേക്ക് നയിക്കാൻ സാധിക്കും. നന്ദി.